നാം ഇന്ന് കനാനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൂപ്പനാൽ ശാപമേറ്റവൻ. ഇസ്രായേലിന്റെ വാഗ്ദത്ത ദേശമായ കാനാൻ ദേശം എങ്ങനെയാണ് നോഹിന്റെ ചെറുമകനായ കാനാന്റെ പേരിൽ അറിയപ്പെടാൻ കാരണമായത്? അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കാൻ പോകുകയാണ്. വിചിത്രമായ രീതിയിൽ തൻ്റെ അപ്പൂപ്പനായ നോഹയിൽ നിന്ന് കനാൻ ശാപമേറ്റു. ആ സംഭവം ഇങ്ങനെയായിരുന്നു. മഹാപ്രളയത്തിന് ശേഷം ഭൂമിയിൽ വാസമായ നോഹയും മക്കളും. നോഹ ഒരു മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു. അവൻ അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി പാനം ചെയ്തു. അബോധാവസ്ഥയിൽ കൂടാരത്തിൽ കിടന്ന അവൻ നഗ്നനായിരുന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അത് തന്റെ സഹോദരങ്ങളായ ഷേമിനോടും യാഫത്തിനോടും പറയുകയും ചെയ്തു. അവർ ആകട്ടെ ഒരു തുണിയെടുത്ത് പിന്തിരിഞ്ഞു നിന്ന് പുറകിലേക്ക് നടന്ന് തങ്ങളുടെ പിതാവിന്റെ നഗ്നത മറച്ചു. അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തന്റെ പുത്രൻ ഹാം ചെയ്തതറിഞ്ഞു. അവന്റെ പുത്രനായ കനാനെ ശപിച്ചു. മാത്രമല്ല തന്റെ മറ്റു 2 മക്കളുടെയും അടിമയാക്കി മാറ്റുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഹാമിന്റെ തെറ്റിന് അവന്റെ മകൻ കനാനെ ശപിച്ചുവെന്ന് ബൈബിളിലോ ഇതര പാരമ്പര്യ കൃതികളിലോ വ്യക്തതയില്ല. പുരാതന കാനാൻ ദേശം ആദ്യം കൈവശപ്പെടുത്തിയ ഗോത്രങ്ങളുടെ പൂർവികനായിരുന്നു കനാൻ. കനാനും തന്റെ പുത്രന്മാരും കൈവശപ്പെടുത്തിയ ഭൂമി ഇന്നത്തെ ഇസ്രായേൽ, പാലസ്തീൻ, ലെബനൻ, പടിഞ്ഞാറൻ ജോർദാൻ, പടിഞ്ഞാറൻ സിറിയ എന്നിവയുടെ പ്രദേശങ്ങളാണ്. കാനാന്റെ ആദ്യജാതൻ സിസോൺ ആയിരുന്നു. ലെബനനിലെ ഫെനീഷ്യ നഗരമായ സിസോൺ കാനാന്റെ മൂത്ത മകനായ സിസോണിന്റെ പേരിൽ അറിയപ്പെടുന്നു. കാനാന്റെ മക്കൾ ഇവരാണ്: സിസോൺ, ഹെത്ത് അതായത് ഹിത്യർ, ജബൂസ്യർ, അമേരിയർ, ഗിർഗാഷ്യർ, ഹിവ്യർ, ആർക്കെറ്റ്സ്, സെനറ്റുകൾ, ആർവാദികൾ, സെമറേറ്റുകൾ, ഹമാത്തികൾ എന്നിങ്ങനെ 11 പുത്രന്മാരും അവരുടെ ഗോത്രങ്ങളുമാണ് കനാന്റേതായി ഉണ്ടായിരുന്നത്. നാം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അബ്രഹാമിന് വാഗ്ദാനം ലഭിച്ച വാഗ്ദത്ത ഭൂമിയിൽ ഇസ്രായേലിയരുടെ പ്രവാസത്തിനും പുറപ്പാടിനും ശേഷം പ്രവേശിക്കുമ്പോൾ ഈ ഗോത്രങ്ങളാണ് കാനാൻ ദേശത്ത് വസിച്ചിരിക്കുന്നതെന്ന് കാണാം. ശാപം ലഭിച്ചവന്റെ മക്കൾ എങ്ങനെയാണ് ദൈവം പറയുന്നത് പോലത്തെ തേനും പാലും ഒഴുകുന്ന ഈ ദേശം അവകാശമാക്കിയത്? ശപിക്കപ്പെട്ടവന്റെ നാമം അനുഗ്രഹത്തിന്റെ ദേശത്തിന്റെ നാമമായി മാറിയത് എങ്ങനെയാണ്? കാനാന്റെ ഭാര്യയായ അർസലിൽ ജനിച്ച മക്കൾ കറുത്തവർ ആയിരുന്നു. അവരുടെ സന്തതികളാണ് സുഡാനികളെന്ന് പറയപ്പെടുന്നു. കാനാന്റെ മകൻ അർവാദിയും ഭാര്യ എൻഡലായും എത്യോപ്യയിലേക്ക് കുടിയേറിയതായും അവരുടെ മക്കളാണ് എത്യോപ്യൻസ് എന്നും പറയപ്പെടുന്നു. കാനാന്റെ മക്കളായ ആർക്കെറ്റും ഹമാത്തീസും ഗ്രീസിലേക്ക് പോയി വാസമായതായും പാരമ്പര്യങ്ങളിൽ കാണുന്നുണ്ട്. തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ കാനാൻ അനുഭവിച്ച കഷ്ടതകൾ വളരെ ഏറെയായിരുന്നു. അവന്റെ സഹോദരന്മാർ എപ്പോഴും അവനെ ശപിക്കപ്പെട്ടവനായിട്ടാണ് കണ്ടിരുന്നത്. സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. അവൻ എന്തു ചെയ്താലും അവർ അംഗീകരിച്ചിരുന്നില്ല. നോഹ അവനെ ഷേമിനും യാഫത്തിനും അടിമയായി പ്രഖ്യാപിച്ചിരുന്നതിനാൽ സഹോദരങ്ങൾ അവനെയും സന്തതികളെയും അടിമയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ അവനെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളുടെ ഇടയിലുള്ള അവന്റെ വാസം ദുരിതപൂർണമായി. അവൻ എങ്ങനെയെങ്കിലും അവിടം വിട്ടു പോകാൻ ആഗ്രഹിച്ചു. ലെബനോൻ ദേശം, മിസ്രയീം നദി വരെയുള്ള പ്രദേശം വളരെ നല്ലതാണെന്ന് കനാൻ കണ്ടു. അവൻ ആ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ പോയി പാർക്കുവാൻ തീരുമാനിച്ചു. എന്തെന്നാൽ നോഹ മക്കൾക്ക് വേണ്ടി ദേശം പങ്കുവച്ച് നറുക്കിട്ടപ്പോൾ ഷേമിന്റെ പുത്രന്മാർക്ക് അവകാശമായി ലഭിച്ച സ്ഥലമായിരുന്നു കനാൻ പോകുവാൻ തീരുമാനിച്ചത്. അവന്റെ പിതാവായ ഹാമും കാനാന്റെ സഹോദരന്മാരായ കുഷും മിസ്രയീമും അവനോട് അങ്ങനെ ചെയ്യരുതെന്നും അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് അവന് നറുക്കിട്ട് കിട്ടിയ സ്ഥലത്ത് താമസിക്കുവാനും ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീയും നിന്റെ മക്കളും ദേശത്ത് വീഴുകയും രാജ്യദ്രോഹത്താൽ ശപിക്കപ്പെടുകയും ചെയ്യുമെന്നും അവനും അവന്റെ സന്തതികളും രാജ്യദ്രോഹത്തിൽ വീണ് വരും കാലങ്ങളിൽ
വേരോടെ അറ്റുപോകുമെന്നും അവർ അവനെ ഉപദേശിച്ചു. ഷേമിന്റെ വാസസ്ഥലം കൈവശപ്പെടുത്തുകയോ വസിക്കുകയോ അരുതെന്നും ഷേമിനും അവന്റെ പുത്രന്മാർക്കും അവരുടെ ഭാഗ്യത്താൽ അത് ലഭിച്ചുവെന്നും വിശുദ്ധ ന്യായാധിപനായ ദൈവത്തിന്റെ സന്നിധിയിലും തങ്ങളുടെ പിതാവായ നോഗയുടെ സാന്നിധ്യത്തിലും ശപഥം ചെയ്ത ശാപത്താൽ നീ ശപിക്കപ്പെട്ടവനാകുമെന്നും അവർ അവനെ ഉപദേശിച്ചു. അവരുടെ വാക്ക് കേൾക്കാതെ ഹമാത്ത് മുതൽ മിസ്രായിം വരെയുള്ള ലെബനോൻ ദേശത്ത് അവനും അവന്റെ പുത്രന്മാരും പ്രവേശിച്ചു പാർത്തു. ഇക്കാരണത്താൽ ആ ദേശത്തിന് കനാൻ എന്ന് പേര് ലഭിച്ചു. നോഹയുടെ മക്കൾ ഭൂമി വിഭജിച്ചപ്പോൾ ഷേമിന് അവകാശമായി ലഭിച്ച സ്ഥലമായിരുന്നു ഈ പ്രദേശം. എന്നാൽ കനാനും മക്കളും അവ കൈയടക്കി. വാഗ്ദത്ത ദേശമായ കനാൻ ദേശം എന്തുകൊണ്ടാണ് അബ്രഹാത്തിന് ദൈവം വാഗ്ദാനം ചെയ്തതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രദേശം ഷേമിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഷേമിന്റെ പിന്തുടർച്ച അവകാശിയും തലമുറയിൽപ്പെട്ടവനുമായിരുന്നു അബ്രഹാം. അവന് അവകാശപ്പെട്ട ദേശം തന്നെയാണ് ദൈവം അവന്റെ മക്കളായ ഇസ്രായേലിയർക്ക് നൽകിയത്. ഇസ്രായേലിയർ കാനാൻ ദേശം കൈവശപ്പെടുത്താൻ പുറപ്പെട്ടപ്പോൾ അവിടെ വസിക്കുന്നവരായ എല്ലാവരെയും വധിക്കണമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. അതിന് 2 കാരണങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, അവരുടെ വിഗ്രഹാരാധനാപരമായ പാപം അത്രത്തോളം ആ പ്രദേശത്ത് വർദ്ധിച്ചിരുന്നു. വിഗ്രഹാരാധനയുടെ പാരമ്യത്തിൽ അവർ തങ്ങളുടെ പുത്രിപുത്രന്മാരെ തീയിൽ ദഹിപ്പിക്കുക വരെ ചെയ്തിരുന്നു. രണ്ടാമതായി, അത് അവർക്ക് അവകാശപ്പെട്ട ഭൂമി ആയിരുന്നില്ല. കാനാന്റെ പിതാവായ ഹാമും സഹോദരന്മാരും തങ്ങൾക്ക് അവകാശമില്ലാത്ത ഭൂമി കയ്യേറിയാൽ സംഭവിക്കാൻ പോകുന്ന വിനാശത്തെയും ശാപത്തെയും കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സന്തതികൾ വേരറ്റു പോകുമെന്ന്. ഇസ്രായേലിയരോട് ദൈവം പൂർണ്ണമായി നശിപ്പിക്കാൻ പറഞ്ഞ ജനവിഭാഗം ഇവരായിരുന്നു: കാനാന്യർ, ഹിത്യർ, അമേര്യർ, പെരിസ്യർ, ജബൂസിയർ, ഗിർഗാഷ്യർ. ഇവരെല്ലാം കാനാന്റെ സന്തതി പരമ്പരയിൽ പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്രായേലരുടെ കാനാൻ ദേശ പ്രവേശനത്തോടുകൂടി ഇതിൽ ഹിവ്യർ ഒഴിച്ച് ബാക്കി എല്ലാ ഗോത്രങ്ങളും വേരോടെ നശിച്ചുപോയി. ഹിവ്യർ തന്ത്രപൂർവം ജോഷുവായോട് ഇടപെട്ട് രക്ഷ പ്രാപിച്ചു. അതിങ്ങനെയാണ്: ജോഷുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം യുദ്ധം ചെയ്ത് അനേകം വിജയങ്ങൾ നേടി മുന്നേറി ഗിബിയോണിനടുത്തെത്തി. അവിടെ വസിച്ചിരുന്ന ഹിവ്യർ അടുത്തത് തങ്ങളുടെ നാശമാണെന്ന് മനസ്സിലാക്കി. രക്ഷയ്ക്ക് വേണ്ടി തന്ത്രപൂർവം അവരിൽ കുറെ പേർ പഴകിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും ധരിച്ച് ഉണങ്ങിയതും പഴയതുമായ വീഞ്ഞും റൊട്ടിയും എടുത്തുകൊണ്ട് ജോഷുവായുടെയും ഇസ്രായേൽ നേതാക്കന്മാരുടെയും പക്കൽ വന്നു. അവർ പറഞ്ഞു, തങ്ങൾ വളരെ ദൂരത്തു നിന്ന് വരികയാണ്. നിങ്ങളുടെ വിജയയാത്ര അറിഞ്ഞുകൊണ്ട് നിങ്ങളുമായി ഞങ്ങൾ സമാധാനത്തിന്റെ ഒരു ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇസ്രായേൽ നേതാക്കൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങളുമായി ഉടമ്പടി ചെയ്യുവാൻ സാധ്യമല്ല. അവർ അവരോട് വ്യാജം പറഞ്ഞു. തങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്നവരാണ്. അതിന് അടയാളമായി അവരുടെ വസ്ത്രവും ചെരുപ്പും ഭക്ഷണപദാർത്ഥങ്ങളും കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് പുറപ്പെട്ടു വന്നതിനാൽ വസ്ത്രങ്ങൾ കീറുകയും ചെരുപ്പ് പഴകുകയും ഭക്ഷണ സാധനങ്ങൾ കേടാവുകയും ചെയ്തിരിക്കുന്നു. ഇത് കണ്ട ജോഷുവായും ഇസ്രായേൽ നേതാക്കളും അവരെ വിശ്വസിക്കുകയും ദൈവത്തോട് ആരായാതെ അവരുമായി ഭക്ഷണം കഴിക്കുകയും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിയർക്ക് മനസ്സിലായി ഇവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യ തന്നെ വസിക്കുന്നവരുമാണെന്ന്. ഇസ്രായേലരുമായി ഉടമ്പടി ചെയ്തതുകൊണ്ട് മാത്രം അവർ അങ്ങനെ രക്ഷ പ്രാപിച്ചു. എന്നാൽ ജോഷുവ അവരെ ഇസ്രായേലിയർക്കും കർത്താവിന്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയോഗിച്ചു. അങ്ങനെ നോഹ ശപിച്ചതുപോലെ കാനാന്റെ മക്കളിൽ കാനാൻ ദേശത്ത് ശേഷിച്ചവർ ഷേമിന്റെ മക്കൾക്ക് ദാസ്യവേല ചെയ്ത് അടിമകളായി. ദേശം വിഭജിക്കുമ്പോൾ നോഹയുടെ നേതൃത്വത്തിൽ കുറിയിട്ട് തീരുമാനിച്ചതിന് വിപരീതമായി ഷേമിന്റെ അവകാശം കൈയടക്കിയ കാനാന്റെ സന്തതി പരമ്പരകളെ കനാന്റെ പിതാവും ജ്യേഷ്ഠന്മാരും ഉപദേശിച്ചതുപോലെ വീരറ്റുപോയി. അവശേഷിച്ച ഹിവ്യർ അവർക്ക് അടിമകളായി ഇന്നും വസിക്കുന്നു. കനാൻ സമത്വത്തിനായി സഹോദരങ്ങളോട് മല്ലിട്ടവൻ. വാർദ്ധക്യത്തിൽ അവനും മരിച്ചു. അവനെ അവന്റെ പുത്രന്മാർ ബഹുമതികളോടെ സംസ്കരിച്ചു.